ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക വെളിപ്പെടുത്തൽ കേസിൽ തെളിവെടുപ്പുമായി അന്വേഷണ സംഘം. പോയിന്റ് 13-ൽ JCB ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്തു. പ്രദേശത്ത് GPR പരിശോധനയ്ക്ക് പിന്നാലെയാണ് മണ്ണ് നീക്കിയുള്ള തെളിവെടുപ്പ് നടത്തിയത്. ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു. ഈ തെളിവെടുപ്പിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട കണ്ടെത്തലുകളുണ്ടായോ? ഇന്ന് നിർണായകമായ നീക്കമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇന്നലെയും ഇന്ന് ഉച്ചവരെയും GPR ഉപയോഗിച്ച് പരിശോധന നടത്തി. മൃതദേഹാവശിഷ്ടങ്ങൾ ഉണ്ട് എന്ന് പ്രാഥമിക ഘട്ടത്തിൽ ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഇത്തരത്തിൽ മണ്ണ് നീക്കിയുള്ള പരിശോധന ആരംഭിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 10 അടി താഴ്ചയിലാണ് ഈ മൃതദേഹങ്ങൾ ഉള്ളതെന്നാണ് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് വലിയ രീതിയിൽ മണ്ണ് നീക്കം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് 3 മണി മുതൽ 6:30 വരെയുള്ള സമയങ്ങളിൽ പ്രധാനമായും JCB ഉപയോഗിച്ച് മണ്ണ് മാറ്റുകയായിരുന്നു. പിന്നീട് വരും ദിവസങ്ങളിൽ തൊഴിലാളികളെ പ്രയോജനപ്പെടുത്തി മണ്ണ് നീക്കം ചെയ്ത് ഇത്തരത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ അത് പുറത്തെടുക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്യാധുനിക സംവിധാനമായ BSF ജവാന്മാർ അതിർത്തിയിലും മറ്റും ഉപയോഗിക്കുന്ന ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചുകൊണ്ടാണ് 13ാമത്തെ സ്പോട്ടിൽ പ്രാഥമിക പരിശോധന നടത്തിയത്. ഈ ഭാഗത്ത് നിരവധി മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നാണ് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല 25 വർഷത്തിലധികം കാലം ഈ സ്നാനഘട്ടയ്ക്ക് സമീപമാണ് ഇദ്ദേഹം ജോലി ചെയ്തിരുന്നതും. ഈ ഘട്ടത്തിലാണ് മൃതദേഹങ്ങൾ മറവ് ചെയ്യാൻ താൻ നിർബന്ധിതമായി എന്ന് ഇയാൾ കോടതിയിലും അന്വേഷണ സംഘത്തിന് മുൻപിലും വെളിപ്പെടുത്തിയിട്ടുള്ളത്. മാത്രവുമല്ല, ഈ ശുചീകരണ തൊഴിലാളി ഈ ഭാഗങ്ങളിൽ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നത് കണ്ട നാട്ടുകാരും SIT സംഘത്തെ സമീപിക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കത്തിലൂടെ ഇത്തരത്തിൽ തെളിവുകൾ ശേഖരിക്കാൻ ഒരുങ്ങുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. വസ്ത്രത്തിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയാലും മറ്റ് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയാലും അത് ഈ അന്വേഷണത്തിൽ വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്നൊരു പ്രതീക്ഷയാണ് SITക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ സാങ്കേതിക വിദ്യ അടക്കം പ്രയോജനപ്പെടുത്തിയുള്ള പരിശോധനയിലേക്ക് കടന്നിരിക്കുന്നത്. കല്ലൂരാവി റോഡിലെ സമീപം ചെക്ക് ഡാം സ്ഥിതി ചെയ്യുന്നിടത്താണ് ഈ 13ാമത്തെ പോയിന്റ് ഉള്ളത്. കഴിഞ്ഞ 16 പോയിന്റുകളിലും പരിശോധന നടത്തിയപ്പോഴും ഈ 13ാമത്തെ സ്പോട്ട് മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു. കാരണം ഇത് അതായത് അടയാളപ്പെടുത്തിയ ഭാഗങ്ങൾ വളരെ കൂടുതലാണ്. മാത്രവുമല്ല, മണ്ണ് പലവിധ ആവശ്യങ്ങൾക്കായി ഇവിടെ നിക്ഷേപിക്കപ്പെട്ട ഒരു സാഹചര്യവുമുണ്ട്. ഈ ചെക്ക് ഡാമിനടുത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ ഈ കുഴിച്ചുള്ള പരിശോധനയിൽ എത്രയും വേഗം ഈ വെള്ളം നിറയാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ സാവകാശമെടുത്ത് സാങ്കേതിക വിദ്യയൊക്കെ പ്രയോജനപ്പെടുത്തി ഇത്തരത്തിൽ തെളിവെടുപ്പുമായി മുന്നോട്ട് പോകാനായിരുന്നു അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അത്തരത്തിലുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. എന്തായാലും ഇന്നത്തെ പരിശോധന പൂർത്തിയാക്കി ശുചീകരണ തൊഴിലാളിയെ കൊണ്ട് ഈ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ ബെൽത്തങ്ങാടിയിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. ബനീഷ്. ശരി, ധർമ്മസ്ഥലയിൽ ഇന്ന് നടന്ന തെളിവെടുപ്പിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ജോസഫ് അഗസ്റ്റിൻ.